എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വിചാരിച്ചു എന്റെ ഇയറിംഗ്സ് കളക്ഷൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാണ്. അപ്പൊ കണ്ടു നോക്കിയാലോ. ഒരുപാട് ഇയറിംഗ്സ് ഒന്നുമില്ല, കുറച്ച് ഇയറിംഗ്സ് കളക്ഷൻസേ ഉള്ളൂ. അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് വിചാരിച്ചു. കണ്ടു നോക്കിയാലോ. അപ്പൊ ഈ ബോക്സിലാണ് കേട്ടോ ഞാൻ എന്റെ ഇയറിംഗ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ ആവശ്യമുള്ളവർക്ക് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പൊ കണ്ടാലോ എന്റെ ഇയറിംഗ്സ് കളക്ഷൻസ്. അപ്പൊ ആദ്യം തന്നെ ഈ കമ്മല് പരിചയപ്പെടുത്താം. അപ്പൊ ഈ ഡ്രസ്സ് മേടിച്ചപ്പോ ഈ ഡ്രസ്സിന് മാച്ചായിട്ട് മേടിച്ചതാണ് കേട്ടോ ഈ ഇയറിംഗ്സ്. അപ്പൊ ഫസ്റ്റ് പണ്ട് ഇയറിംഗ്സ് ഇതാണ്, ബ്ലാക്ക് കളറാണ് കേട്ടോ. ഇത് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഓണത്തിന് ജിതിയേട്ടന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സിന്റെ കൂടെ ഒരു ബ്ലാക്ക് സെറ്റും ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ കൊണ്ടുവന്ന കമ്മലാണ് കേട്ടോ ഇത്. നല്ല ഇഷ്ടമാണ്. എൻഗേജ്മെന്റിന്റെ മുന്നേ ഉള്ള കമ്മലാണ്. അപ്പോ ഇട്ട് കാണിച്ചു തരാം. നെക്സ്റ്റ് ഇയറിംഗ് ഇതാണ് കേട്ടോ. ഇത് എന്റെ കല്യാണത്തിന് റിസപ്ഷന് മാലയുടെ കൂടെ ഉണ്ടായിരുന്ന കമ്മലാണ്. നെക്സ്റ്റ് ഇയറിംഗ്സ് ഇതാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. കൂടുതലും ഇത് അമ്പലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ പട്ടുപാവാട അതുപോലെ സെറ്റ് മുണ്ടൊക്കെ എടുക്കുമ്പോൾ പച്ച കളറാട്ടോ, പച്ച സ്റ്റോണാണ് വരുന്നത്. നല്ല അടിപൊളി കമ്മലാണ്. ഞാൻ കൂടുതലും ഇട്ടിട്ടുണ്ട് ഈ കമ്മല്. പച്ച ബ്ലൗസ് ഒക്കെ ഇടുമ്പോഴാണ് കൂടുതൽ ഇട്ടിട്ടുള്ളത് കേട്ടോ. അടുത്ത കമ്മല് ഇതാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമുള്ള കമ്മലാണ് ഇത്. ഞാന് പുറത്തിറങ്ങിയപ്പോ, ഒരു ദിവസം പുറത്ത് കറങ്ങാനായിട്ട് ഇറങ്ങിയപ്പോ പുത്തമ്പള്ളി, നമ്മളെ പേര് പടപ്പ് പുത്തമ്പള്ളി, എന്റെ വീടിന്റെ ഭാഗമാണ്. അവിടെ പോയപ്പോ മേടിച്ചതാണ് കേട്ടോ. ആ ഷോപ്പില് ഇത് കണ്ടപ്പോ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഞാൻ വിചാരിച്ചത് നല്ല റേറ്റ് ഉണ്ടാവുമെന്ന്. പക്ഷെ ഇതിന് ഏകദേശം എത്ര റേറ്റ് പറയും? ഇതിനാകെ 30 രൂപയേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ വീണ്ടും കടയത്തെ ആളോട് ചോദിച്ചു 30 തന്നെയാണോ എന്ന്. അപ്പൊ ഇതുപോലെ 2 കമ്മലാണ് എടുത്തത് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നല്ല രസമുള്ള ഒരു കമ്മലാണ്. നെക്സ്റ്റ് ഈ ഇയറിംഗ്സ് ആണ്. ഇപ്പൊ കാണിച്ചു തന്ന മോഡലിന്റെ സെയിം തന്നെയാണ്, ഒരു ചേഞ്ച് ഉള്ളത്. ഇത് സിൽവർ ആണ്, അത് ഗോൾഡ് ആണ്. നല്ല ഭംഗിയുള്ള കമ്മലാണ്. ഇതിനും 30 രൂപയാ വന്നിട്ടുള്ളൂ. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. നല്ല അടിപൊളി കമ്മലാണ്. ഞാൻ തമ്പുരുവിന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഈ കമ്മലാണ് ഇട്ടിരുന്നത് കേട്ടോ. അടുത്തത് ഈ കമ്മലാണ്. ഇതിന്റെ ഫേവറേറ്റ് വണ്ണാണ്. എന്റെ ചേച്ചി ദുബായിൽ നിന്ന് കൊടുത്തയച്ച കമ്മലാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നല്ല രസമാണ് ഇത് ഇടുമ്പോ. അടുത്ത ഇയറിംഗ്സ് ഇതാണ്. ഇതെനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ കൂടുതലും കുർത്ത സെറ്റിലേക്കാണ് ഇത് ഇടാറ് കേട്ടോ. ചുരിദാർ അതുപോലെ ടോപ്പൊക്കെ ഇടുമ്പോഴാണ് ഇത് ഇടാറ്. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു കമ്മലാണ് ഇതും. ഒരു തവണ ഇതുപോലെ പുറത്ത് പോയപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ് കേട്ടോ ഇത്. നല്ല അടിപൊളിയായിട്ട് ഇതങ്ങനെ തൂങ്ങി കിടക്കുന്ന കാണുമ്പോൾ എടുക്കാനായിട്ടുള്ള ടെൻഡൻസി കൂടി. അപ്പൊ ജിതേട്ടനോട് പറഞ്ഞിട്ട് മേടിച്ചതാണ് കേട്ടോ. അത് അധികം റേറ്റ് ഒന്നും വരുന്നില്ല. 40 രൂപയാണ് ഇതിന്റെ റേറ്റ് കേട്ടോ. എന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അത് ജീൻസ് ഒക്കെ ഇടുമ്പോഴാണ് ഞാൻ ഇടാറ്. നല്ല അടിപൊളി കമ്മലാണ്. അടുത്ത കമ്മൽ ഇതാണ്. ജസ്റ്റ് പ്രത്യേകിച്ച് ഒന്നുമില്ല, കുഞ്ഞു സ്റ്റാറുകള് അതിങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കേട്ടോ. അടുത്ത കമ്മലാണ് ഇത്. ഇതുപോലെ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് പ്രിയങ്ക സ്റ്റോർ, ഗുരുവായൂർ അമ്പലത്തിൽ പോയവർക്ക് എല്ലാവർക്കും അറിയാം പ്രിയങ്ക സ്റ്റോർ. ഇതൊന്നും ഞാൻ ഇട്ട് കാണിക്കുന്നില്ല കേട്ടോ, ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ. അവിടെ നിന്ന് വാങ്ങിയ കുറച്ച് കളക്ഷൻസ് ആണിത്. ഇതും പ്രിയങ്കയിൽ നിന്ന് വാങ്ങിയ കമ്മലാണ്.
ഇതെന്റെ ഫേവറേറ്റ് വണ്ണാണ്. പിങ്ക് സ്റ്റോണാണ് ഇതുമ്മ വരുന്നത് കേട്ടോ. ഇത് അഞ്ജലി ഏടത്തി, എന്റെ മൂത്ത ഏടത്തി എനിക്ക് മേടിച്ചതാണ് കേട്ടോ. അതുപോലെ ഗുരുവായൂർ അമ്പലത്തിൽ പോയപ്പോൾ എന്റെ ഫേവറേറ്റ് വണ്ണാണ്. കമ്മല് ഒരു കുഞ്ഞു ജിമിക്കയാണ് കേട്ടോ. നല്ല അടിപൊളി ബ്ലൂ കളറാണ് കേട്ടോ. ഇത് ഞാൻ എന്റെ തമ്പുരുമോളുടെ 90-ന് മാച്ചായിട്ട് വാങ്ങിയതാണ്. നല്ല അടിപൊളി ജിമിക്കയാണ്. അടുത്തതൊരു വെറൈറ്റി കമ്മലാണ്. ഇതുപോലെ ഞാൻ കടയിൽ പോയി കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ട് എടുത്ത കമ്മലാണ്. കണ്ടോ, നല്ല അടിപൊളി കമ്മലാണ്. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ടോ, ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇത് സ്റ്റെഡാണ്, ഇത് സ്റ്റെഡാണ്. ഈ ഒരു ഇത് സ്റ്റെഡായിട്ടാണ് വരുന്നത്. അത് എന്നിട്ട് കമ്മലിലോട്ട് നമ്മൾ ഇട്ടതിന് ശേഷം ഇങ്ങനെ ഇട്ടാ കേട്ടോ. അപ്പൊ എന്റെ തൂക്കായിട്ട് കിടക്കുന്ന ഇയറിങ്സ് കഴിഞ്ഞു. കുറച്ച് ഇയറിങ്സേ ഉള്ളൂ. ഇനി ഞാനൊരു സ്റ്റെഡ് കമ്മലിന്റെ സെറ്റ് തന്നെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ, വീട്ടിലിടാനായിട്ടും അതുപോലെ എവിടേക്കെങ്കിലൊക്കെ അടുത്തേക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ സ്റ്റെഡ് ഇടാൻ തോന്നുന്ന സമയത്തൊക്കെ ഇടാനായിട്ട് ഒരു സ്റ്റെഡിന്റെ ഒരു ചെറിയൊരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ അത്. ഇങ്ങനെയാണ് ഞാൻ സെറ്റായിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. പലതരം കളറുണ്ട് കേട്ടോ. എന്റെ ഇയറിങ്സ് കളക്ഷൻ കണ്ടില്ലേ. അപ്പോൾ കമ്മലൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നേ. അപ്പോൾ എല്ലാവർക്കും ബൈ.